നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കറിയുടെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. പണ്ട് കാലത്തൊക്കെ ഒരുപാട് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മുങ്ങി തപ്പിക്കഴിഞ്ഞാൽ ഒരു കഷ്ണം പോലും കാണില്ല എന്നാണ്. അതായത് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നൊരു കറി കേട്ടോ. മോര് ചേർത്താണ്. അപ്പോൾ മോര് കലക്കി എന്നൊക്കെ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ കൃഷിയൊക്കെ നടക്കുമ്പോൾ ആ ഒരു വിളവെടുപ്പ് നടന്നിട്ടില്ലെങ്കിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് വരുമ്പം ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് കറിയാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ തട്ടിക്കൂട്ട് കറിയാണെങ്കിലും അപാര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും കുറച്ചൊരു പുളിയും ഉണ്ടാവും തൈരിൻ്റെ, അതുപോലെ തന്നെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം കിച്ചണിലോട്ട് പോയിട്ട് നോക്കാം എങ്ങനെയാണ് ഈ ഒരു മോര് കലക്കി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനെന്തൊക്കെ വേണം നോക്കാം കേട്ടോ. മെയിനായിട്ട് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അതൊരു 3/4 കപ്പ് നമുക്ക് എടുക്കാം. പിന്നെ ശർക്കര വേണം, ചെറിയൊരു മധുരം ഉണ്ടാവും. ശർക്കര ഞാനൊരു 1/4 പോർഷനാണ്, ഒരു ആണി ശർക്കരയുടെ ഒരു 1/4 പോർഷൻ. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പുളി എടുക്കണം. പുളി ചെറിയൊരു നെല്ലിക്കയുടെ അത്രയും വലുപ്പം മതി കേട്ടോ. ഇത് ഇപ്പോൾ അത്യാവശ്യം പുളിയുള്ള പുള്ളിയാണ് ഈ പുളി. പിന്നെ ഇഞ്ചി വേണം. ഇഞ്ചി ഒരു 1/2 ഇഞ്ച് വലുപ്പം ഉള്ള ഇഞ്ചി എടുക്കാം. പിന്നെ വറ്റൽമുളക് വേണം. 2 വറ്റൽമുളക് എടുക്കാം. പിന്നെ ജീരകം ഒരു 1/4 ടീസ്പൂണ്, അതുപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തൈര് ആണ് മെയിനായിട്ട് വേറെ വേണ്ടത്. തൈര് ഇതിപ്പം വീട്ടിലുണ്ടാക്കിയ തൈരാണ്. അതൊരു ഏതാണ്ട് 1/4 ലിറ്ററോളം ഉണ്ട്. ഒരുപാട് പുളിയൊന്നും വേണ്ട, ഒരു അത്യാവശ്യം പുളിയുള്ള തൈര്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ താളിക്കാൻ വേണ്ടി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കടുക് വേണം. അപ്പോൾ താളിക്കാനും വറ്റൽമുളക് നമ്മൾ എടുക്കുന്നുണ്ട് 2 എണ്ണം. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് കട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിക്സിയിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ 2 വറ്റൽമുളക്, പിന്നെ പുളിയുടെ തൊലി ഉണ്ടെങ്കിലോ കുരുവൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് കളയണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ജീരകം വേണം. ശർക്കര ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് അരയാൻ പ്രയാസമായിരിക്കും, ബ്ലേഡിനൊക്കെ പ്രശ്നമായിരിക്കും, മൂർച്ചയൊക്കെ കുറയും. അതുകൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ കറിവേപ്പില. അപ്പോൾ ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് അരച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു കാര്യം പറഞ്ഞു, ഇതിൽ നമുക്ക് ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്താൽ മതി. ഞാൻ എന്തായാലും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. തൈരൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത തൈര് ചേർക്കണം. അപ്പോൾ തൈര് ചേർക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കുപ്പി തന്നെ ആണെങ്കിൽ നന്നായിട്ട് കുലുക്കി കൊടുത്താൽ മതി. ഇപ്പം നല്ല കട്ട തൈരാണല്ലോ, അപ്പോൾ അതൊന്ന് ലൂസാവാൻ വേണ്ടി, കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ തൈരൊക്കെ ഇതുപോലെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചെറിയൊരു ചട്ടിയിലേക്കാണ് ഞാനിത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാനൊരു മീഡിയം തിക്നെസ്സിലാണ് കറി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തൈരിന് പുളി ഇല്ലെങ്കിൽ തൈര് തന്നെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ വറുത്തിടൽ പരിപാടിയാണ്, താളിക്ക പരിപാടി. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ അപാര ടേസ്റ്റാണ്. നമുക്ക് കഷ്ണം കട്ട് ചെയ്യേണ്ട പരിപാടിയുമില്ല, അതിന് വേണ്ട സമയമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളുമാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.